ഒരു കൊടം പാറ് ഒല്ലി അടുത്താൽ ചൊല്ലാം ഒരു മിളിന്തിയിൽ കാളിയാക്ക് മറുമിളിന്തിയിൽ മനമുട്ട് ഇരുമിളിന്തിയും കറ്റാണെ കറ്റാൽ നിന്റെ കറ്റാള എന്ത് കട്ട് ചീല് കട്ട് എന്ത് ചീല് പാട്ട് ചീല് എന്ത് പാട്ട് നിന്റെ പാട്ട് എന്ത് നീ എന്റെ നീ കാട്ടുമിഷിറിൻ കലമ്പല് കരുമരത്തിൻ മൂളല് ചങ്കില് തൂളി പെയ്യണ് കടലില് ചാറലവളുടെ ചങ്കിലും പെണ്ണ് നനയണ് ഭൂമി കുളിരണ പെണ്ണു പടരണ മണ്ണു കുതിരണ പെണ്ണ് നനയണ് ഭൂമി കുളിരണ പെണ്ണു പടരണ മണ്ണു കുതിരണ പാട്ടു പടരണി നാട്ടം മുറുകണ് കൂട്ടുകുഴൽ വിളി പൊന്തി മുഴങ്ങണ് കൂട്ടുകുഴൽ വിളി പൊന്തി മുഴങ്ങണ് ദുറ്റാവളിച്ചവളാട്ടമാടണ് കറ്റെറിഞ്ഞവൾ കരളു കക്കണ എന്ത് കട്ട് ചീല് കട്ട് എന്ത് ചീല് പാട്ട് ചീല് എന്ത് പാട്ട് നിന്റെ പാട്ട് എന്ത് നീ എന്റെ നീയ്. One, two, three, 1, 2, 3, 4, 1, 2, 3, 1, 2, 3, 4, 1, 2. 1, 2, 3, 4, 5, 6, 7. 1, 2, 3, 4, 1, 1, 2, 3, 4. 1, 2, 3, 4, 1, 2, 3, 1, 2. 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 1, 2, 3, 4, 1, 2, 1, 2, 3, 4. വഴി തെറ്റിയല്ലോ അല്ലേ? ഇല്ലല്ല, മാപ്പ് ഇട്ടിട്ടാ വന്നേ. വരും. എന്നാ പിന്നെ ഉമ്മക്കൊന്നും അങ്ങോട്ട് മാറി കൊടുത്താലോ? അങ്ങനെ ഒരു സംഗതി കൂടി ഉണ്ടല്ലോ. അത് ഞാൻ പറയാൻ വിചാരിച്ചിരിക്കുന്നു. ഒരു പരിചയമില്ലാത്ത നമ്മൾ തമ്മിൽ എന്താ സംസാരിക്കേണ്ടതെന്ന് അറിഞ്ഞൂടാത്ത ഇന്ത്യയും പ്രശ്നം അതാ. എവിടെയാ പഠിച്ചത്? എവിടെയാ പഠിച്ചത്? ബഹ്റിൽ എവിടെയായിരുന്നു പറഞ്ഞേ? മനാമ. മനാമ. ആ, ചെക്കൻ്റെ ഇളയച്ചൻ്റെ പോയി മനാമയിലായിരുന്നു. ആണോ? ഇളയച്ചനെ അറിയില്ലേ? ഇല്ല. PK രാധാകൃഷ്ണൻ സാർ ജില്ലാ മജിസ്ട്രേറ്റ് ആയിരുന്നു. ചെക്കൻ്റെ വലിയച്ഛനെ അറിയൂ? നമ്മൾ തിരുവനന്തപുരം സ്കൂൾ പ്രിൻസിപ്പൾ ആയിരുന്ന രാഘമാഷില്ലേ, റിട്ടയർ ചെയ്തേ? ഇടയ്ക്ക് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കൊടുത്തോ. എല്ലാവരോടൊന്നും പെട്ടെന്ന് ഇറങ്ങാൻ പറയും. വെള്ളം ഒഴിക്കും. ആ, ഇങ്ങോട്ട് കയറിക്കും.
ആര് ചോദിക്കാം? വാ നീ വിളക്കൂട്ട് പിടിക്കുമോ വലുകാലം വെച്ച് കയറേ അപ്പം അതുകാലം വെച്ച് ആ ശ്രദ്ധിക്കേ. എല്ലാരും കുടിക്കുക. മധുരാവാ ഇന്ന് കുറച്ച് മധുരമൊക്കെ ആവാ ലേശം കൂടി കുറച്ചുകൂടി ഹായ്. താങ്ക് യു നിങ്ങൾ ഡാൻസ് സ്കൂളിൻ്റെ അടുത്തുള്ള ബോട്ടില്ലേ അതൊക്കെ തന്നെയാണ്. കാണാതിരിക്കുന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ ഇതാണോ ചായ? ഇവിടെ വരുന്നവർക്കല്ല ഈ ചായയാണോ കൊടുക്കുന്നത്? രാവിലേക്ക് പോകണം ആവും ചേട്ടോ അനക്ക് 2 ദിവസം കഴിഞ്ഞിട്ട് പോയാൽ നല്ലയിടത്തെ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ഇട്ടിട്ടാ ഞങ്ങൾ എന്തായാലും വന്നാലേ ചേച്ചിക്കൊരു സഹായമാവില്ലേ? കാത്തിരുന്ന് മടുത്തോ? കുറച്ച് തിരക്കിലായി പോയതാ. വീടും വീട്ടുകാരൊക്കെ ഇഷ്ടായോ? അച്ഛനും അമ്മ ഇഷ്ടായി. സെറ്റായല്ലേ? വേറെന്താ? വേറെ ഇരിക്കി. ഇരുട്ട് പേടിയുണ്ടോ? ഇരുട്ട് പേടിയുണ്ടോ? ഞങ്ങളെ വീട്ടിൽ സാമ്പാർ അല്ലെങ്കിൽ ചമ്മന്തി ഏതെങ്കിലും ഒന്നേ കാണുള്ളൂ. ഇവിടെ എല്ലാവർക്കും 2 വേണം. അച്ഛനാണെങ്കിലേ അമ്മയിലെ ചമ്മന്തി എന്നെ വേണം. ഓരോ വീട്ടിലും ഓരോ ശീലല്ലേ മോളെ. പാല് ഇന്നലെ എന്തൊരു ബഹളായിരുന്നു. ക്യാമറക്കാരും ബന്ധുക്കാരും. എനിക്ക് ചേച്ചിനെ കാണാനേ പറ്റിയില്ല. ഇപ്പം കണ്ടു. നല്ല സുന്ദരിയാട്ടോ. ഈ സുന്ദരിയുടെ പേരെന്താ? ജാനകി. എനിക്ക് സ്കൂളുണ്ട്. ഞാൻ പോട്ടെ. നാളെ കാണാം. അമ്മ ലീവിന്റെ പ്രശ്നം കൊണ്ടാ. ഇല്ലെങ്കിൽ നമുക്കൊന്ന് ഉഷാറാക്കിന്. പ്രത്യേകിച്ച് നമുക്ക് എന്തിനാ ഒരു ഹണിമൂൺ അല്ലേ? ഇനി അങ്ങോട്ടൊന്ന് ഹണിമൂൺ തന്നെയല്ലേ? മെല്ലെ പറ, അമ്മ ഉണ്ട്. ചൂടുണ്ടോ? ഞാൻ പോയിന്ന് ഫ്രഷ് ആയിട്ട് വരാം.
അവരെത്തിട്ടാ. വാ. കപ്പയാണേ. ബീഫ് കഴിക്കുമല്ലോ അല്ലേ? കഴിക്കും. ബീഫാ? പുറത്തുനിന്നാണ് ഉണ്ടാക്കിയത്. ബീഫ് എത്തിയിട്ട് ഇത്രയും കാലം പുറത്തുനിന്നായിരുന്നു. ഇപ്പം അത് വീടിൻ്റെ മുറ്റം വരെയായി. കുറച്ച് കഴിഞ്ഞാൽ അകത്തേക്ക് കയറിക്കോളൂ. അമ്മളുണ്ടാ. അല്ല, നിങ്ങളാരും ഇരിക്കുന്നില്ലേ? ഞങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട്. ആദ്യം വിരുന്നുകാര്. മോളിരിക്കേ. വാ. ഓ, അവളെൻ്റെ കൂടെ കഴിക്കുള്ളൂ. നിങ്ങൾ കഴിക്കേ. കഴിക്കി. എരി കൂടുതലൊന്നും ഇല്ലല്ലോ അല്ലേ? ഇല്ല. അമ്മ, ആ, ഇന്നത്തെ സൽക്കാരം എങ്ങനെയുണ്ടേന്? കുഴപ്പമില്ലേനു. ഭക്ഷണം കഴിച്ചൊരു വഴിക്കായി. ആഹാ. ഞാൻ ചേഞ്ച് ചെയ്തിട്ട് വരാം. വേണ്ട, ഞാൻ ചെയ്തോളാം. മോള് പോയി കിടന്നു. ഞാൻ കൂടി കൂടാ. വേണ്ട, ഞാൻ ചെയ്തോളാം. ഇപ്പോ എന്നാ ഞാൻ. ആ, ശരി മോളെ, ചെല്ലേ. അതെ, കപ്പ ബിരിയാണി കഴിച്ചിട്ടേ മൊത്തത്തിലൊരു മടുപ്പ്. എൻ്റെ മടുപ്പൊക്കെ ഞാൻ മാറ്റിത്തരാം. അത് വേണോ? മരണത്തിലെ ദുരൂഹത അഴിക്കാനും കോഴിക്കോട്ടെ തീവ്രവാദ ശൃംഖലകൾ കേന്ദ്രീകരിച്ചുള്ള അമ്മ, വെണ്ടയ്ക്കന്റെ വലിപ്പം. ആ, അത് മോൾ ഇഷ്ടം പോലെ അങ്ങ് ചെയ്തോ. ഇത് എത്രയോ? ആ, അത് മതി.
മോളിരിക്കും, അമ്മ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെ ഇരിക്കും. വേണ്ട, ഞാൻ അമ്മേൻ്റെ കൂടെ കഴിക്കാം. അമ്മയ്ക്കൊരു കൂട്ടാവുമല്ലോ അല്ലേ? ഏട്ടാ, ഡോ, ഞാൻ ഇറങ്ങാണ്. അമ്മ ചെക്കപ്പിന് പോയിരുന്നു. വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു. അതുകൊണ്ട് അമ്മ ഇങ്ങ് വേഗം പോര്. 7 വന്നാ പോരെ മോളെ. 7 അവനൊന്നും കാത്തു നിൽക്കണ്ട, വേഗം ഇങ്ങ് വാ. അതല്ല മോളെ ഇവിടുത്തെ കാര്യം. അതിനിപ്പോൾ അവിടെ ആളുണ്ടല്ലോ. 2 ദിവസം കൊണ്ട് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞാൻ വിളിക്കാം. അമ്മ വേഗം ഇങ്ങ് കയറി പോര്. ആ, എന്തെങ്കിലും ചെയ്യ്. ഏച്ചിയായിരുന്നു. ആ ചേച്ചി. മാങ്ങ എത്രയേ ഉള്ളൂ? മാങ്ങ ഇനിയുണ്ട്, ഞാൻ ആ കഞ്ഞി നോക്കി ഇരിപ്പെടുത്തിട്ട് വരാം. ഒരുപാട് മതിയല്ലോ. ആ ശരി. അച്ഛൻ ചായ. ഞാൻ പല്ല് തേച്ചിട്ടില്ല മോളെ. അച്ഛൻ പല്ല് തേച്ചിട്ട് വാ, ഞാൻ ചൂടാക്കി തരാം. ബ്രഷ് കിട്ടിയിട്ടില്ല. ബ്രഷ് ഈ എടുത്ത് കൊടുക്ക്. നമ്മളച്ഛനല്ലേ, അനക്ക് പ്രശ്നമാണെങ്കിൽ ഞാൻ എടുത്ത് കൊടുക്കാം. ഇല്ല, ഞാൻ എടുത്തു കൊടുക്കാം. ഞാൻ കൊടുക്കാം. ഞാൻ കൊടുത്തോളാം.
ചൂട് ദോശയില്ലേടി? ഇപ്പൊ തരാം. ഏട്ടാ മോളെ ഈ ചമ്മന്തി അമ്മിയിലല്ലേ അരച്ച്? അല്ല അച്ഛൻ, ഞാൻ മിക്സിയിൽ. സാരമില്ല, അമ്മിയിൽ അരച്ച് മോൾ ബുദ്ധിമുട്ടണ്ട. എന്നാ പോട്ടെ. ഇങ്ങോട്ടോ. മൊത്തം ചേറായിട്ടാ. അത് സാരല്ല, ഇങ്ങോട്ടോ. അമ്മ, ആ കുറുവാരി എത്ര വിസിലടിക്കണം? ആ ശരി, ആ ഞാൻ വിളിക്കാം. ശരിയാ. എന്താ മാഷേ, നവവധു തിന്നാൻ തന്നില്ലേ? ഓൾ ഇങ്ങോട്ട് വന്നിട്ടില്ലല്ലോ മാഷെ. നമ്മളൊരു സാവകാശമൊക്കെ കൊടുക്കണ്ടേ? വേണം വേണം, ഞാൻ ചോദിച്ചെന്നുള്ളൂ. സാവകാശം കൊടുക്കലൊക്കെ എത്ര കാലം ഉണ്ടാവുമോ? ടീച്ചറേ, ആ ചോറ് കുക്കറിലാ വെച്ച മോളെ? ആ ഓ, ചോറ് മാത്രം അടുപ്പിൽ വെക്കണേ. വണ്ടിക്കോ ഒഴിക്കണേ. ആ ചോറ് തിന്ന് ഒരു സുഖമില്ല. ഇല്ലെങ്കിലും പണ്ട് എനിക്ക് ഹോട്ടലിൽ നിന്ന് തിന്നുന്നത് ഇത്ര പറ്റൂല. ഈ ഓളോട് പറയണോ ചോറ് മാത്രം അടുപ്പിൽ വെക്കണം? സോറി ഏട്ടാ, ഞാൻ നാളെ മുതൽ ചോറ് തരാം. ആ കുക്കറിലെ ചോറ് വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തൂടെ? ഏട്ടാ, രാത്രി ചോറ് മതിയോ? വൈകുന്നേരം ചപ്പാത്തി മതി. എന്തേ? അല്ല, ഉച്ചക്കത്തെ ചോറ് ബാലൻസ് ഉണ്ട്. അത് സാരല്ല, ചപ്പാത്തി അല്ല ബെസ്റ്റ്. ദീപം
ദീപം ദീപം ദീപം ദീപം ദീപം ദീപം ദീപം ദീപം ദീപം ദീപം ദീപം. ആ അങ്ങനെയടി ഇങ്ങളൊക്കെ രാവിലത്തെ ചായക്കൂട്ടിൽ തിന്നുമ്പോഴേ ഞാനൊക്കെ ഉണ്ടല്ലോടി തലേത്തെ ചോറാ തിന്നല്. ഈ ഇപ്പൊ ഒരു വീട്ടിൽ ചെന്ന് കേറിയില്ലേ, ഇനി അതൊക്കെ ശീലിക്കണം. ആ ശരി, ഞാൻ പിന്നെ വിളിക്കാം. മതി. ഹലോ. എൻ്റെ കയ്യിലൊരു സാധനമുണ്ട്. എന്താ? ഇഷ്ടാണോ പേരക്ക? ഇഷ്ട. ഇത് ചേച്ചിക്കാ. ബൈക്ക് ചായ ഉണ്ടാക്കി തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത സാധനം എന്താണെന്നറിയോ? പാൽ ചായ. കുറച്ച് ഇരുന്നിട്ട് പോ. വേണ്ട, വൈകി പോയാലേ അമ്മേൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. എനിക്ക് സ്കൂളുണ്ട്. നമുക്ക് നാളെ കാണാം. ടാറ്റാ.
ഹലോ ആടി പറ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമായിട്ടൊന്നുമില്ല. ഈ പറ. ആടി ഞാൻ വിളിച്ചതേ ഈ സൺഡേ വൈകിട്ട് 7 മണിക്ക് എൻ്റെ പ്രോഗ്രാം ഉണ്ട് നമ്മളെ ടൗൺ ഹാളിൽ വെച്ചിട്ട്. ആഹാ, കൊള്ളാലോ. അപ്പം നീയും ഹസ്ബൻഡും എന്തായാലും വരണം. വരാം. പിന്നെ സൺഡേ ആണ്, മൂപ്പരോട് വേറൊരു പരിപാടി ആക്കണ്ടെന്ന് പറഞ്ഞേ കേട്ടോ. പറയാം. ഓക്കെ, എന്നാ സൺഡേ കാണാം. ഓക്കെ, ബൈ. കട്ടൻ ചായ എങ്ങനെയുണ്ട്? അടിപൊളി. ഞാനേ ഒരു കുക്കർ ബിരിയാണി പിടിച്ചാലോ എന്ന് ആലോചിക്കാം. ഇന്നോ? ആ, ഇന്ന് കുക്കർ ബിരിയാണി ഒന്നും വേണ്ട. കാരണം എന്താണെന്നറിയോ, ഈ ആഴ്ച ഇത് 4ാമത്തെ പ്രാവശ്യം നിങ്ങൾ നോൺ ഉണ്ടാക്കാൻ പോണേ. എന്താ ഇത്? ആ ബീഫ് അങ്ങനെ ഫ്രിഡ്ജിൽ കിടക്കുന്ന കാണുമ്പോ ഞാൻ എങ്ങനെയാ? അതവിടെ കിടക്കട്ടേന്ന്, അതിന് നിങ്ങൾക്ക് എന്തിനാ ബേജാറ്? അതൊക്കെ കഴിക്കുമ്പോ അങ്ങോട്ട് മാറിക്കോളും. ഞാൻ എന്തായാലും ഉണ്ടാക്കാൻ പോവാ കേട്ടാ. എന്തെങ്കിലും മോളെ, വാഷിംഗ് മെഷീനിലിട്ടാല് തുണി പൊടിഞ്ഞു പോകൂലേ? ഇൻ്റെത് അതിൻ്റെ അകത്തിടണ്ടേ? ഏട്ടാ, പ്ലംബർ വന്നില്ല. പ്ലംബർ. സോറി, ഞാനത് മറന്നുപോയി. സാരല്ല, നമുക്ക് ശരിയാക്കാം.
അയ്യോ ഏട്ടാ എനിക്ക് പീരിയഡ്സ് ആയി. ചായ ഒന്നും ഉണ്ടാക്കില്ലല്ലോ? ഇല്ല. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വാങ്ങിയിട്ട് വരാം. ഉച്ചയ്ക്ക് ചോറുണ്ടാക്കുക ഉഷേനെ വിളിക്കാം, ഓൾ ചെയ്തോളൂ. അല്ല ഏട്ടാ പാഡില്ല. പോയി വരുമ്പോ പാഡ് വാങ്ങി വരുമോ? വരാം. അയ്യോ അവിടെ ഇരിക്കേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ്ടല്ലോ, അപ്പൊ കരുതി അടിച്ചു വാരി തുടക്കാന്ന്. ഈ വീട് അടിച്ചു വാരി തുടക്കുമ്പോഴേക്കും ഇവിടെ നടു അടിയൂല്ലേ? ശരിയായിച്ചി. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാ. ആകെ 2 മുറിയാകും, ഒരു ചെറിയ അടുക്കളയേ ഉള്ളൂ. അയ്യോ അതവിടെ ഇട്ടേക്ക്, ഞാൻ തുടക്കുക. അല്ല സാരല്ലേ ചേച്ചി. അല്ല ഈ സമയത്ത് എന്ത് സമയം? സത്യം പണ്ടത്തെ ഓരോ രീതികൾ നോക്കി ഇമ്പക്ക് ജീവിക്കാൻ പറ്റുമോ? എൻ്റെ അമ്മേനൊന്നും ഇതിൻ്റെ അകത്ത് കയറ്റൂലേനും, പുറം പണിക്കാൻ നിർത്തുക. ഞാനൊരു കാര്യം പറയട്ടെ, പീരീഡ്സ് ആയാലും ഞാൻ അടുക്കള പണിക്ക് പോവും. മാസം 3-4 ദിവസം പണിക്ക് പോകാണ്ടിരുന്ന ആര് തിന്നാൻ തരാനാ? എനിക്ക് എൻ്റെ കുട്ടികളെ പഠിപ്പിക്കണേ. പിന്നെ എനിക്കിങ്ങനെയൊക്കെ ഉണ്ടോന്ന് ആര് ചിന്തിക്കാനാ? ചേച്ചി പൊളിയാണല്ലോ. പൊള്ളിയാവണ്ടൊന്നും ജീവിക്കാൻ പറ്റൂല മോളെ. ഒരു കുടം പാറ് പൊള്ളിയടുത്താൽ ചൊല്ലാം, ഒരു മിളിന്തിയിൽ കാളിയാക്ക് മറുമിളിന്തിയിൽ മനമുട്ട്, ഇരുമിളിന്തിയും കാറ്റാണി കറ്റാൽ നിന്നെ കട്ടോളാം. എന്ത് കട്ടു ചേല് കട്ടു, എന്ത് ചേല് പാട്ട് ചേല്, എന്ത് പാട്ട് നിന്റെ പാട്ട്, എന്ത് നീ എന്ത് നീ. ചൂടുള്ളപ്പോ തരേ. അപ്പോൾ ഇന്ന് നമ്മൾ കുടുംബത്തെ പറ്റിയാണ് പറയുന്നത്. ഇറ്റ് ഈസ് ദ സിംപ്ലസ്റ്റ് ആൻഡ് ബേസിക് ഗ്രൂപ്പ് ഇൻ അവർ സൊസൈറ്റി. അതായത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹിക സ്ഥാപനമാണ് കുടുംബം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് എ ഫാമിലി? ഫാമിലി ഈസ് എ ഡ്യൂറബിൾ അസോസിയേഷൻ ഓഫ് ഹസ്ബൻഡ് ആൻഡ് വൈഫ് വിത്ത് ഓർ വിതൗട്ട് ചിൽഡ്രൻ. അപ്പോൾ നമ്മളെല്ലാവരും സമൂഹത്തിൻ്റെ ഭാഗമാണ്.
അല്ലേ? എന്തൊക്കെയാണ് കുടുംബത്തിന്റെ സവിശേഷതകൾ? ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഫാമിലി: 1. Family is a universal group. 2. Family based on marriage. ഭക്ഷണം എടുത്ത് വെച്ചിട്ടുണ്ടേ. ഞാൻ വെള്ളം എടുത്തിട്ട് വരെ. ഞാൻ എടുത്ത് കുടിക്കുക ചേച്ചി. അയ്യോ വേണ്ട, അച്ഛനങ്ങ് അറിഞ്ഞ് നമുക്ക് രണ്ടാക്കും ചീത്ത വെക്കും. ഞാൻ എടുത്തിട്ട് വരെ.
കുറച്ച് ചൂട് 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 ഏട്ടാ ഞാൻ ഒരു ജോബിന് അപ്ലൈ ചെയ്യട്ടെ. ജോബ് കൊള്ളാലോ. എന്ത് ജോലിയാ മോളെ? ടീച്ചറായിട്ട്. എന്ത് ടീച്ചർ? ഡാൻസ് ടീച്ചർ. ഡാൻസോ? കൊള്ളാലോ. അതെ, അതൊന്നും നമുക്ക് ശരിയാവില്ല മോളെ. കടല ഗംഭീരായിട്ടുണ്ട്. സാരല്ല, അത് നമുക്ക് ശരിയാക്കാം. തൽക്കാലം ഈ ഇപ്പം അപ്ലൈ ഉണ്ട ശരിയാക്കാം. മോൾ എന്തായാലും അപ്ലൈ ചെയ്യും. കിട്ടുമെന്ന് നമുക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോൾ കിട്ടിയാൽ അപ്പം നമുക്ക് എന്താ വേണ്ട വെച്ചാൽ ചെയ്യാം. ഓക്കെ മോളെ നോക്ക്, ഞാൻ പറഞ്ഞൊന്നും ആരോടും പറയരുത് കേട്ടോ. ഇല്ല അമ്മ. ശരി മോളെ, വെക്കട്ടെ. അപ്പൊ പുറത്ത് വന്ന ഏട്ടന് ടേബിൾ മാനേഴ്സ് ഒക്കെ അറിയാലേ? എന്താ പറഞ്ഞു? അല്ല, ടേബിൾ മാനേഴ്സ്. അതെന്താ കുഴപ്പം? അത് എൻ്റെ മാനേഴ്സിന് എന്താ കുഴപ്പം? അല്ല ഏട്ടാ, ഇവിടെ കൃത്യമായിട്ട് വേസ്റ്റ് ഇട്ട് അവിടെ വീട്ടിലെന്താ പ്രശ്നം? എൻ്റെ വീട് എൻ്റെ സൗകര്യം, എനിക്കിഷ്ടമുള്ള പോലെ ഞാൻ ചെയ്യും. മനസ്സിലായില്ലേ? ഏട്ടാ, ഞാൻ അത് ചുമ്മാ പറഞ്ഞതാ. ഏട്ടൻ എന്താ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇങ്ങനെ പറഞ്ഞാൽ ദേഷ്യം വരില്ലേ? എൻ്റെ മാനേഴ്സിന് എന്താ പ്രശ്നം? എനിക്ക് ഇത്രയുള്ള മാനേഴ്സൊക്കെ ഉള്ളൂ. മനസ്സിലായില്ലേ? ഏട്ടാ, ഏട്ടൻ എന്താ ഒന്നും മിണ്ടാത്ത? ദേഷ്യത്തിലാണോ? ഈ ഇന്ന് അവിടെ വെച്ച് അങ്ങനെയൊക്കെ പറഞ്ഞാൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? ഏട്ടത് ഞാൻ വെറുതെ പറഞ്ഞതാ, ഒന്നും വിചാരിച്ച് പറഞ്ഞതല്ല. ഇതാണ് ഈ എൻ്റെ അടുത്ത് കണ്ട ഏറ്റവും വലിയ തെറ്റ്. ഏട്ടാ, തെറ്റായിട്ടല്ല, നമ്മളവിടെ ഇരുന്നപ്പോൾ ഞാൻ ന്യായീകരിക്കണ്ട. ഈ പറഞ്ഞത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമുണ്ടെങ്കിൽ ഈ എന്നോട് സോറി പറ. സോറി. ഹലോ, വാടി മാനേഴ്സ് കാരി. മാനേഴ്സ്
വാ. ഏട്ടാ ആ പ്ലംബറോടൊന്ന് വരാൻ പറയോ? ആ കിച്ചണിൽ ആ വേസ്റ്റ് വാട്ടർ മൊത്തത്തിൽ അടങ്ങാറാ. അനക്ക് വേസ്റ്റ് ഭയങ്കര പ്രശ്നല്ലേ? ശരിയാക്ക. എവിടുന്നാ വരുന്നേ? എവിടെ അമ്മയുടെ കുഞ്ഞമ്മയുടെ കൊച്ചുമോൻ ദീപക്. ദീപകിനെ നിനക്കറിയത്തില്ല? ആ, ദീപകിന്റെ കല്യാണം ഗുരുവായൂർ വെച്ച്. അപ്പൊ അതിനുവേണ്ടി ഗുരുവായൂർ വന്നു. പിന്നെ ഇവക്കെ കുറച്ച് ദിവസമായിട്ട് ഈ കാലിലൊരു നീരുണ്ട്. അതാകുമ്പോൾ കോട്ടയ്ക്കലൊന്ന് കാണിക്കാന്ന് വെച്ചു. ആ കോട്ടയ്ക്കലും പോയി. പിന്നെ ഇവിടെ വന്ന് ചെറിയച്ഛനെയും നിന്നെയും കൊച്ചിനെയും ഒക്കെ ഒന്ന് കാണാം. പറ്റിയാലൊന്ന് മൂകാംബിക വരെ പോണം. അത്ര നീരെന്താന്നറിയില്ല, അതിന്റെ ആയിരിക്കും. ആ, നീര് പറ്റിയാലേ ഉള്ളൂ കേട്ടോ മൂകാംബിക. ആഹാ, മനസ്സിലായോ? മനസ്സിലായി. ആരാ? നീ പറഞ്ഞു കൊടുക്കരുത്, മോള് പറ. വല്യച്ഛന്റെ മോൻ. അത് കുറച്ചേരം കണ്ടല്ലേ ഉള്ളൂ. അന്ന് കുറച്ചേരം അതെ അതെ, നല്ല ഓർമ്മയുണ്ട്. അയ്യോ അയ്യോ, നന്നായി നന്നായി നന്നായി. മോളെ പാലുണ്ടല്ലോ, ചായ എടുക്ക്. ചായ എടുത്തോ, പക്ഷെ പാൽ ഒഴിക്കണ്ട, കട്ടൻ ചായ മതി. അല്ല പാലുണ്ട്. അല്ല അതുകൊണ്ടല്ല, കട്ടൻ ചായ മതി. അതുകൊണ്ട് നോക്കിയാലുണ്ട് നിങ്ങൾക്ക് ഒരു പാൽ ചായ മുടക്കല്. നിങ്ങൾക്ക് ഇപ്പൊ ഒരു പാൽ ചായ അടിച്ചാൽ എന്താ? മോള് പോയി പാൽ ചായ എടുക്കാൻ. അതെ, അതെന്താ പറയാ, ഇതിനെ രണ്ടായിട്ട് കാണണം. നീ കേക്ക്. ഒന്ന് ഈ രുചിഭേദവും, പിന്നൊന്ന് ഈ ദഹനഭേദവും. ഈ രുചിഭേദത്തിൽ ഇവള് പറഞ്ഞ കറക്റ്റാണ്. ഈ പാൽ ചായ കുടിച്ചു കഴിഞ്ഞാൽ നല്ല രുചിയായിരിക്കും. പക്ഷേ ഈ ദഹനഭേദത്തില് ഈ ശരീരത്തിന് നല്ലത് കട്ടൻ ചായ. അപ്പൊ കട്ടൻ ചായ എടുത്താൽ മതി. ഞാൻ രണ്ടും എടുക്കാം, കുഴപ്പമില്ല. അവളെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കാൻ. നീ ഈ കൊല്ലം മാല ഇടുന്നുണ്ടോ? ആ, മാല ഇടുന്നുണ്ട്. എന്തായാലും പോകുന്നുണ്ടോ? പിന്നെ പോവാണ്ട്. എന്നെ ഇവരെയും കൂടെ ചെറിയ അഴിച്ചിട്ട് നീ ഓർക്കുന്നുണ്ടോ? കൂടുതൽ പിന്നെ നല്ലോണം തല്ലി. അയ്യോ, എന്താ മോളെ ഇത്? ഇതാണോ കട്ടൻ ചായ? ഇതാണോ മൂന്നും ഇത്രയും നാളായിട്ട് കട്ടൻ ചായ എന്ന് പറഞ്ഞ് കുടിച്ചോണ്ടിരുന്നത്? മോളെ, ഈ കട്ടൻ ചായ എന്ന് പറഞ്ഞാല് ഈ വെള്ളത്തിനകത്ത് തേയിലപ്പൊടിയും പഞ്ചസാര ഇടുന്ന അല്ല കട്ടൻ ചായ. ഈ കട്ടൻ ചായക്കകത്ത് ഒരു ശകലം ഏലക്ക, കുറച്ച് കറുവാപ്പട്ട, ശകലം ഗ്രാമ്പു, കുറച്ച് ഉലുവ, പിന്നെ അതിൽ കുറച്ച് ഗരം മസാല അരിയും കൂടെ ബിരിയാണി ആക്കാനും. ഈ തിന്നുന്ന മുഴുവൻ കാലിലേക്കാ പോകുന്നതേ ഉള്ളൂ, നീരില്. അപ്പൊ ഇനി അടുത്ത പ്രാവശ്യം അങ്ങനെ ഉണ്ടാക്കണം കേട്ടോ. കുഴപ്പമില്ല. എന്നാ പിന്നെ ഇറച്ചിക്കറി ചപ്പാത്തിയാക്ക രാത്രിയില്. ഇറച്ചിക്കറിയാണോ? ഞാൻ ഉണ്ടാക്കാം. എന്താ എന്നൊരു കാര്യം ചെയ്യും. ഇന്ന് സ്ത്രീകൾക്ക് വിശ്രമം. ഇന്ന് അടുക്കളയിൽ ഞങ്ങള് ആമ്പിള്ളേർ കയറും. മോളെ, ഞാനൂടെ കൂടണോ? സാരില്ല ചേച്ചി, കാല് വയ്യാത്തല്ലേ.
എന്നാ ഞാനൊന്ന് പോയി കിടന്നാലോ? മോളെ, മോളെ 2 ഗ്ലാസ് കട്ടൻ ചായ എടുത്തോ കേട്ടോ. ആ എടാ ഒന്നിക്കാതെ എടുക്ക്, ഇല്ല വേറെ ചീട്ട് വലിക്ക്. അപ്പൊ നേരമല്ലോ. കേരക്കട്ടല്ലേ, ഇപ്പോഴാണ് ചായ ആയത്. ഇനിയിപ്പോ നല്ല ചായ ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചതെന്ന് ചോദിച്ചാൽ എന്താ പറയും? ഏട്ടൻ. ആ മോളിരിക്കേ, നമുക്ക് 28 കളിക്കാം. ഇല്ല, അടുക്കളയിൽ കുറച്ച് പണിയുണ്ട്. അതിനെന്തോ അടുക്കള പണി? പണി മൊത്തം നമുക്കല്ലേ. ഞാൻ അടിച്ചു. ചേടാ, എന്റെ ഒറ്റ ചീട്ടിനടിയായി. മോളെ, മോളെ. എന്താച്ചാ? ഇതെന്താ മോളെ? ഇന്റർവ്യൂ ലെറ്ററാ. നമ്മളന്ന് പറഞ്ഞല്ല മോളെ വേണ്ടാന്ന്. ഇവിടുത്തെ അമ്മ MA വരെ പഠിച്ചതാണ്. ഓള് ജോലിക്ക് പോകണമെന്ന് പറഞ്ഞ് അന്ന് ഞാൻ എൻ്റെ അച്ഛൻ പറഞ്ഞത് കേട്ട്. അതുകൊണ്ടെന്താ, മക്കളെല്ലാം നല്ല നിലയിലായി. വീട്ടിലൊരു പെണ്ണുള്ളത് വീടിനൊരു ഐശ്വര്യ. കളക്ടർമാരും മന്ത്രിമാരും ഒക്കെ ചെയ്യുന്നതിനേക്കാളും വലുതല്ലേ നിങ്ങളൊക്കെ ചെയ്യുന്നത്? മോളെ അമ്മേനോട് ചോദിക്ക്, അമ്മ ഇത് തന്നെ പറയും. സാരല്ല കേട്ടോ, സാരല്ല. എന്നോട് അന്നേ പറഞ്ഞാലേ ജോലിക്ക് ഇപ്പം അപ്ലൈ ചെയ്യണ്ടെന്ന്. ഇപ്പം അച്ഛൻ്റെ മുമ്പിൽ ഞാൻ ആരായി? എന്നോട് എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അന്ന ജോലിക്ക് കൂടൂല? ഉണ്ടോ? അല്ലെങ്കിൽ എന്നോടെല്ലാം പറഞ്ഞിട്ടല്ലേ അന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്ന? എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. എൻ്റെ വീട്ടുകാരോട് ചോദിക്കൂ, ഒന്നും പറഞ്ഞിട്ടില്ല. ഇക്കാര്യത്തിൽ എന്ത് മാനേഴ്സ് ഈ എന്നോട് കാണിച്ച്? ലൈറ്റ് ഓഫ് ആക്ക്, കിടക്കണം. ഞാൻ ശബരിമലയ്ക്ക് പോകാൻ മാലയിടുക. എന്നാ പോണേ? ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല.
നാളെ തൊട്ട് വെറുതെ നിൽക്കാം. പോയിട്ട് വന്നിട്ടല്ലേ നമുക്ക് ഇതുപോലെ ഇങ്ങനെ കിടക്കാൻ പറ്റും. എന്തേ ലൈറ്റ് ഓഫ് ചെയ്താലോ? ഏട്ടാ ഞാനൊരു കാര്യം പറഞ്ഞാൽ ഫീൽ ആവുമോ? എന്തേ? ഏട്ടാ നമ്മൾ ചെയ്യൂലേ? അപ്പോൾ എനിക്ക് നല്ല പെയിനുണ്ട്. കുറച്ച് ഫോർ പ്ലേയും കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ കുറിച്ച് എല്ലാം അറിയാല്ലേ? എന്ത്? ഫോർ പ്ലേ. എനിക്കും തോന്നണ്ടേ ഫോർ പ്ലേക്ക്. ലൈറ്റ് ഓഫ് ചെയ്തേക്ക്. സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, കാത്തു രക്ഷിക്കണേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, സ്വാമിയേ ശരണയ്യപ്പ, ഹരിഹരാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ. ഇത് ഇന്നലത്തെ കറിയില്ലേ? ആ ഫ്രിഡ്ജ് വെച്ച് ചൂടാക്കിയതാ, കുഴപ്പമൊന്നുമില്ല. സ്വാമി ശരണം. സ്വാമിയാർക്ക് തലേസത്തെ ഭക്ഷണം കൊടുക്കാൻ പാടില്ല എന്ന് അറിഞ്ഞൂടെ? ഇത് അറിഞ്ഞോണ്ടാ? ഏട്ടാ സത്യമായിട്ട് ഞാൻ അറിഞ്ഞില്ല. അത് ഇത്രയും കാലമായിട്ട് എനക്ക് അറിഞ്ഞൂടാ? കൊള്ളാം. അതിപ്പോൾ കാലം മാറുമ്പോൾ കാര്യങ്ങളനുസരിച്ച് മാറൂലേ മാഷെ. ഇപ്പം തന്നെ ചെരുപ്പിടാതെ നടക്കുന്ന കാര്യം. ഇക്കാലത്ത് ഇങ്ങനെയൊക്കെ നടന്ന എന്തൊക്കെ അസുഖങ്ങൾ വരും? മാലയൊരു മുന്നിൽ വെച്ചിട്ട് വെള്ളടിക്കുന്ന എത്ര പേരെ എനിക്കെന്നെ അറിയാം. ഇതൊക്കെ അത്രയേ ഉള്ളൂ മാഷെ.
കുറച്ച് ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. ഓം ശ്രീ ഹരിഹരസുതനാനന്ദചിത്തനയനയ്യപ്പ സ്വാമിയേ ശരണമയ്യപ്പ ശരണമയ്യപ്പ. ഏട്ടാ, എന്താ ഏട്ടാ ഇത്? എവിടെയെങ്കിലും കേൾക്കണ കാര്യമാണോ അത്? ഓളെ വീട്ടുകാർക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ലേ? എന്ത് പറയാനാടി? 100 കൂട്ടം കാര്യങ്ങളിടല്ല ഞാനിങ്ങോട്ട് ഓടിപ്പോന്ന് വന്നത്. ഇത് കേട്ടാ വരാതിരിക്കാൻ പറ്റുമോ? ഓളെവിടെ? ഇതെന്താ ഇത്? കിടക്കലൊക്കെയാണോ കിടക്കുന്നത്? കിടക്കലൊന്നും കിടക്കാൻ പാടില്ല എന്ന് കുട്ടിയോട് ഇതുവരെ ആരും പറഞ്ഞു തന്നിട്ടില്ലേ? മുക്കി അലക്കാൻ പറ്റുന്നതിൽ മാത്രമേ കിടക്കാവൂ. കുട്ടിക്ക് ബന്ധുവീട്ടിൽ വല്ലതും പോയിക്കൂടെ? അല്ലേ ആ കളപ്പുരയ്ക്ക് പോയിക്കൂടെ മോക്ക്? എനിക്ക് പേടിയാ. എന്ത് പേടി? ഇതെന്താ കൊച്ചു കുട്ടിയല്ലാണോ? അവിടെ മാറിക്കേ. ഇനിയിപ്പോ ഈ ബെഡ് എന്താ ചെയ്യാ? ഇതാ പായൽ കിടന്നാ മതി കേട്ടോ. നല്ല രസമായിട്ടുണ്ടടി. പെട്ടെന്ന് തട്ടിക്കൂട്ടിയതാ, അതുകൊണ്ടാവും. അമ്മ വെച്ച കറി പോലെ ഓ, ഈ ഒപ്പേരി കുറച്ച് കടി. ഊണ് കഴിച്ചോട്ടോ. കഴിച്ചിട്ടേ പാത്രം കഴുകി ഇവിടെ കമഴ്ത്തി വെച്ചോ കേട്ടോ. ആരും കാണണ്ട, പുറത്തേക്കൊന്നും പോകണ്ട. ദീപം ദീപം ദീപം. കൃഷ്ണ, അച്ഛൻ ഗൾഫിലായിരുന്നത് കൊണ്ടല്ലേ ഉമ്മക്ക് ശീലങ്ങളൊന്നും ഇല്ലാത്തത്. ഓരോ ചിട്ടകളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഈ അതെന്റെ ഭാഗ്യമായിട്ട് കണ്ടാൽ മതി. ഓരെന്താ പറയുന്നത് വെച്ചാൽ അതങ്ങോട്ട് അനുസരിച്ചേക്ക്. അമ്മ എന്താ ഞാൻ പറയുന്നത് മനസ്സിലാക്കാത്ത? ഇത്രയും വലിയൊരു തറവാട്ട് കയറി ചെന്നിട്ട് സുപ്രീം കോടതി വ്യക്തമാക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ ഇവിടെ നടക്കുന്നത് എന്താണ്? തികച്ചും ഭരണഘടനയുടെ ലംഘനമാണ്. അതിന് കൂട്ടുപിടിക്കാൻ ചില രാഷ്ട്രീയ പാർട്ടികളും അണിചേരുന്നു. ഇത് ജനാധിപത്യത്തിന്റെ പരാജയമായി കാണാൻ സാധിക്കും. ആർത്തവം അശുദ്ധിയല്ല എന്ന് കോടതി പറയുമ്പോഴും അത് അശുദ്ധിയാണ് എന്ന് വീണ്ടും വീണ്ടും പറയുകയാണ് ചിലർ. പായടക്കം നീ എടുത്ത സാധനങ്ങളൊക്കെ ഒഴുക്കുള്ള വെള്ളത്തിൽ മുക്കി അലക്കണം. തിരുമ്പിയ തുണിയൊക്കെ മറ്റുള്ള തുണിയുടെ കൂടെ ഇടാതെ മാറ്റിയിടണം. ഉപയോഗിച്ച പാടൊക്കെ അവിടെ ഇവിടെയും കൊണ്ടിടാതെ കത്തിച്ച് കളയണം. വെറുതെ സർപ്പകോപം വരുത്തിയേക്കണ്ട. 7 കഴിഞ്ഞ് നീ ഉപയോഗിച്ച സാധനങ്ങളൊക്കെ പുണ്യാഹത്തിലോ നാൽപ്പാമര വെള്ളത്തിലോ മുക്കി ശുദ്ധി വരുത്തണം. ഗൾഫുകാരാന്ന് വെച്ചിട്ടേ ദൈവകോപം ഒന്നും വരുത്തിയേക്കണ്ട.
എന്താ മോളെ ഇത്? ഈ സമയത്ത് ഇതൊന്നും ചെയ്യാൻ പാടില്ലെന്നറിയില്ലേ? അല്ല അച്ഛാ, ജലദോഷ. സ്വാമി ശരണം. മോളെ ഒരു 500 രൂപ എടുക്കാണ്ടാവോ? അയ്യോ ചേച്ചി, എനിക്ക് ഇവിടുത്തെ സാധനങ്ങളൊന്നും തൊടാൻ പറ്റൂല. എൻ്റെ മുറിയിലത്തെ മേശവലിപ്പിൽ എൻ്റെ പേഴ്സ് ഉണ്ട്, അതിന് ചേച്ചി എടുത്തു. ആയിക്കോട്ടെ. പിന്നെ മോളെ സുഖല്ലേ? ഭയങ്കര സുഖ. ചേച്ചിക്ക് ആവശ്യമുള്ളത് എടുത്തോ. ശരി. ഈ ഇന്നറൊക്കെ ഓലൊക്കെ കാണുന്നിടത്ത് ആറിയിടലേ? അല്ല, അത് ഉണങ്ങാൻ വേണ്ടിട്ടാ. ഓ, അതാ അടുക്കളപ്പുറത്തെങ്ങാനും കൊണ്ടിട്ടൂടെ എനിക്ക്? ശരിക്കും ഉണങ്ങില്ലെങ്കിലും പ്രശ്നമല്ലേ? ഓ, എന്താ വർത്താനം. ആ, മോള് പാലവിടെ വെച്ചിട്ട് വാതിലടച്ചിട്ട് വരണം കേട്ടോ. പോയിക്കോ. ചേച്ചി, ചേച്ചി. എന്താ? എവിടെയാ? ഞാൻ ഇവിടെ ഉണ്ട്. എനിക്കൊരു കൂട്ടം കാട്ടാണ്ട്. എന്താ? ഞാൻ മാലിട്ട് സ്വാമിയാ. അയ്യോ, ഇവിടെ വരണ്ട. അതെന്താ? വരണ്ടാന്ന്. എന്നോടെന്താ ചേച്ചി വരണ്ടെന്ന് പറഞ്ഞ? ഞാനൊരു സാധനം തരാനും കൂടിയാ വന്നെ. ഇഷ്ടമാണോ? മോള് പോയിക്കോ. നമുക്ക് പിന്നെ കാണാം. സ്വാമി ശരണം ശരണമെന്നയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. സ്വാമി ശരണം ശരണമെന്നയ്യപ്പ, സ്വാമിയല്ലാതൊരു ശരണമില്ലയ്യപ്പ. ഹരിഹരസുരനെ ശരണമെന്നയ്യപ്പ. അയ്യോ, ഏട്ടാ. മാറിക്ക്. ഈ സമയത്ത് സ്വാമിയാരെ തൊടാൻ പാടില്ല എന്ന് എനക്കറിയില്ലേ? സ്വാമി ശരണം. രജസ്വല തൊട്ടിട്ട് അശുദ്ധായാൽ പച്ച ചാണകത്തിൻ്റെ ഉരുള വിഴുങ്ങുക. അതല്ലെങ്കിൽ പച്ച ചാണകവെള്ളം കുടിച്ച് ശുദ്ധി വരുത്തുക. അങ്ങനെയൊക്കെയാണ്. ഇപ്പം അതൊന്നും കണക്ക് കൂട്ടണ്ട. ഈ ഒന്ന് മുങ്ങി കുളിച്ചാളാ.
സുപ്രീം കോടതി വിധി കേവലം ക്ഷേത്രപ്രവേശനത്തിന് മാത്രമുള്ള വിധിയായി സ്ത്രീകൾ കരുതരുത്. നമ്മുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം കൂടിയാണിത്. നമ്മൾ ആരുടെയും അടിമകളല്ല എന്നുള്ള പ്രഖ്യാപനം. സ്ത്രീകളെ എല്ലാ കാലത്തും വീട്ടിലും അടുക്കളയിലും തങ്ങളുടെ അധീനതയിലും തളച്ചിടാം എന്നാണ് അവർ കരുതുന്നത്. പോയിട്ട് അത്യാവശ്യമുള്ളതുകൊണ്ടാ രാത്രി തന്നെ ഇറങ്ങുന്നത്. നാളെ 7 കുളിച്ച് അടുക്കള കയറാമല്ലോ. എല്ലാം നോക്കിയും കണ്ടും ചെയ്തോണ്ടു. എന്നാ ശരി. ഇതൊക്കെ ഉണ്ടല്ലോടാ ആമ്പിള്ളാരെ കാണാതെ തന്നെയാ. ഇങ്ങോട്ട് ഇറങ്ങി വാടി, കാണിച്ചു തരാം. ഇറങ്ങി വാടി. ഒന്നുമില്ല, വാളെ ഞങ്ങളൊന്ന് കാണട്ടെ. നിനക്ക് ഫേസ്ബുക്കിൽ കിടന്നുണ്ടാക്കാൻ അറിയത്തുള്ളാടി. ഇറങ്ങി വാടി. കത്തിക്കടാ. ഈ ഓളോട് പറഞ്ഞ് ആ മൊബൈലിന് അത് ഒഴിവാക്കാൻ പറയും. ഇത് തറവാട്ട് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് പറ്റിയ പണിയാണോ ഓള് ചെയ്തത്? നിങ്ങൾ കുറെ കാലം കരയോഗം പ്രസിഡന്റ് ആയിരുന്ന ആളല്ലേ? അപ്പൊ നമ്മൾ തന്നെ അതിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ചെയ്തല്ലത് മോശമല്ലേ? ഏട്ടൻ ആ വീഡിയോന്റെ താഴെയുള്ള തെറിവിളിയൊക്കെ കണ്ടീനോ? ഇത് മൊത്തത്തിൽ മുമ്പൊക്കെ മോശ. അതിനോണ്ടാണ് ഞങ്ങൾ ഇപ്പൊ തന്നെ ഇങ്ങോട്ട് വന്നത്. പ്രശ്നമല്ല, ഓളത് ഡിലീറ്റ് ചെയ്തോളൂ. ആ അത് മതി, അത് മതി അല്ലേ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങാ. എന്നാ ശരി, രാവിലെ കാണാം. ഈ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്ത് അങ്ങ് ഡിലീറ്റ് ആക്കിക്കളാം. എനിക്കത് ശരിയായി തോന്നിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഞാൻ അത് ഡിലീറ്റ് ചെയ്യൂല. ഞാനാ പറയുന്നത്, ഈ അത് ഡിലീറ്റ് ആക്കുക. അത് ഞാൻ ഷെയർ ചെയ്തോണ്ട് നിങ്ങൾക്ക് എന്താ സംഭവിക്കാൻ പോന്നേ? ഞാൻ അകത്തോട്ട് കയറുമെന്നുണ്ടല്ലോ. ഓ, നിങ്ങൾ ഇവിടെ കയറാൻ, നിങ്ങൾക്ക് ഇവിടെ കയറാൻ പറ്റുമോ? എന്നെ കാണാൻ പറ്റുമോ? എന്നെ തൊടാൻ പറ്റുമോ? നിങ്ങൾക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഈ വീട്ടിൽ താമസിക്കുമ്പോൾ ഇവിടെ ഉള്ളവർ പറയുന്നത് കേൾക്കണം.
മോളെ ആ വാതിലൊന്ന് അടിക്കുവോ? ആ ചേച്ചി. കുറ്റിയിട്ടേക്ക്. മോളെ ചായ എടുക്കണേ, ഒരു 5-8 ആളുണ്ട്. ഓം ഹരേരസുതനാനന്ദ ചിത്തനയ്യനയ്യപ്പ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ ശരണമപ്പ അയ്യപ്പ സ്വാമിയപ്പ അയ്യപ്പ എൻ ഗുരുനാഥ അയ്യപ്പ കുറച്ചു നേരമായല്ലോ എന്നോട് ചായ ചോദിച്ചിട്ട്. ചായ എടുത്തോ? ഇപ്പൊ തരാം. എടുത്തു. സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ സ്വാമിക്ക് കൽക്കണ്ടമുന്തിരി സ്വാമിക്ക് കാണിപ്പൊന്നം സ്വാമിക്ക് കാരിച്ചുരിക സ്വാമിക്ക് അവിലും മലരും സ്വാമിക്ക് മുദ്ര സ്വാമിക്ക് പാലഭിഷേകം സ്വാമിക്ക് വേദാഭിഷേകം സ്വാമിക്ക് സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ കെട്ടുംകെട്ടി ശബരിമലയ്ക്ക് കെട്ടുംകെട്ടി ശബരിമലയ്ക്ക് പോയ സ്വാമിയെ കാണാം. സ്വാമിയെ കാണാം. സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും. സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. ആരുടെ കെട്ട്? സ്വാമിയുടെ കെട്ട്. സ്വാമിയുടെ കെട്ട്. പള്ളിക്കെട്ട്. സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ശരണം പൊന്നയ്യപ്പ വന്ദളരാജ ശരണം പൊന്നയ്യപ്പ വൻപുലിവീര ശരണം പൊന്നയ്യപ്പ വൻപുലിവീര ശരണം പൊന്നയ്യപ്പ കെട്ടും കെട്ടി കെട്ടും കെട്ടി സ്വാമിയെ കാണാൻ ആരെ കാണാൻ സ്വാമിയെ കാണാൻ സ്വാമിയെ കാണാൻ മോക്ഷം കിട്ടും സ്വാമിയെ കണ്ട മോക്ഷം കിട്ടും സ്വാമിയേ അയ്യപ്പോ സ്വാമിയേ അയ്യപ്പോ 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 സ്വാമിയേ ദേവനേ ദേവനേ ഈശ്വരനേ ഈശ്വരിയേ ഈശ്വരിയേ ഈശ്വരനേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ ഭഗവാനേ ഭഗവതിയേ ഭഗവതിയേ ഭഗവാനേ സ്വാമിയേ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയേ സ്വാമി ശരണമയ്യപ്പോ പൊന്നമ്പല വാസനേ ശരണമയ്യപ്പോ സ്വാമി ശരണമയ്യപ്പോ സ്വാമി ശരണമയ്യപ്പോ. ഇത്ര നിസ്സാര കാര്യത്തിനാണോ അവിടുന്ന് ഇറങ്ങി പോകുന്നത്? ഈ വന്നേ, ഞാൻ കൊണ്ടുവിടാം. മാപ്പ് പറഞ്ഞ് ആ വീട്ടിൽ കയറിക്കോണം. ഞാൻ ഇങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ഈ എന്ത് വിചാരിച്ചിരിക്കുക? ചേച്ചി അമ്മ എനിക്ക് കുറച്ച് വെള്ളം കൊണ്ടാ. ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുക്കുന്നു. കുറച്ച് വെള്ളം ഇരിക്കട്ടെ അവിടെ. നിനക്ക് എന്താണ് ഒച്ചയ്ക്ക് വെള്ളം എടുത്ത് കുടിച്ചാ?
രാജകൽപ്പനയിൽ നിനക്ക് രാജ്യവും യുദ്ധവും രക്തവുമാവാം. നിന്റെ തന്നെ രാജകൽപ്പനയിൽ ഞങ്ങൾക്ക് സ്നേഹവും ത്യാഗവും ക്ഷമയും മാത്രം. രാജകൽപ്പനയിൽ നീ ഇക്കാലം അത്രയും തടവിലിട്ടവരെ പോലെ അല്ല രാജാവ് ഈ പെണ്ണ്. നീ തന്ന ദുരിതതീയിൽ നിന്ന് പറന്നു പാറിയ അഗ്നിയാണ് ഞാൻ. തീ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ടീച്ചർ. എല്ലാവരും സെറ്റ് അല്ലേ? ഓക്കെ അല്ലേ? അപ്പോ ആർക്കെങ്കിലും ഓർണമെന്റ്സിലോ കോസ്റ്റ്യൂമിലോ എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പറയണം. ഓക്കെ? സോ ഗെറ്റ് റെഡി ഫോർ ദി ഫൈനൽ റിഹേഴ്സൽ. യെസ്. ഇതിന് മുന്നുള്ള ലൈഫ് ശരിക്കും ഒരു റിഹേഴ്സൽ തന്നെയായിരുന്നു. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള നമ്മളെ ലൈഫ് അതൊക്കെ തിരുത്തിക്കൊണ്ട് തന്നെയാവും അല്ലേ? ചായ അസലായിട്ടുണ്ട്. ഞാൻ പോയി ഒന്ന് ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ. महिता
ചെമ്പ്രാന്തമേറെയാണ് പെണ്ണിൻ്റെ ചെരപ്പചേലാണ്, തുറ്റാവ് നീണ്ടതാണ് മീളിൻ്റെ മാൻ പേടച്ചേലാണ്. കുലം പേരണ്ടത്തി ഇല്ലം വെള്ളിയം കരത്തി മലവേര് വയ്ക്കൂല്ലോ, പെണ്ണ് ചേതമ്പ വയ്ക്കൂല്ലോ. തീണ്ടാരി നാളത്ത് ചുത്തി പിടിക്കാതെ ചുട്ടാണി 100 തെച്ച് വെറ്റില ചുപ്പാക്കൂ. അത്തമഞ്ചായുന്നേ പെണ്ണ് പുലി പൊലിക്കുന്നേ, പൊന്തി മുഴങ്ങുന്നേ, അന്തി മയങ്ങുന്നേ. രാരീക്കം രാരോ രാരീക്കം, രാരീക്കം രാരോ രാരീക്കം, രാരീക്കം രാരോ രാരീക്കം, രാരോ രാരീക്കം, രാരോ രാരീക്കം.